ഒരു ചോദ്യം കൂടെ, ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു സീൻ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ സീൻ ചിലപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിലെ സീനാകുമെന്ന് പലരും കരുതി. കമന്റ് സെക്ഷൻ കണ്ടിട്ടുണ്ടാവില്ല ഈ സീൻ? കണ്ടിരുന്നു, എല്ലാവരും അങ്ങനെ വിചാരിച്ചത്. ഞങ്ങള് ഇതിന് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസിലാണ് പ്രൊമോഷൻ ഉപയോഗിച്ചത്. ആദ്യം തന്നെ ഞങ്ങൾ ഭൂതകാലത്തിന്റെ കുറെ പോസ്റ്റേഴ്സ് വിട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ കാലമായി തലയിലടിച്ചു, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം ശ്രമിച്ചു. കാരണം അതായിരുന്നു സ്ട്രാറ്റജി. എന്തൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രസന്റ് ലുക്കുകൾ വിട്ടു, പിന്നെ ട്രെയിലർ ഇങ്ങനെ വന്നു, പിന്നെ പ്രൊമോസിങ്, അങ്ങനെ ഒരു ബോധപൂർവമായ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ ഇതിന്റെ പ്രൊമോഷനിൽ പ്രയോഗിച്ചത്. അത് ആ പോസ്റ്റർ വിട്ടതിൽ തൊട്ട് തുടങ്ങി. പിന്നെ ഇനിയിപ്പം ആ സീൻ കണ്ടത് കൊണ്ട് ആട് 4 വരുമ്പോഴത്തേക്കും അറക്കൽ അബുവിന്റെ കൺക്ലൂഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. 2 തവണ പുള്ളി തല്ലി മേടിച്ചു കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചടിച്ചിരിക്കും. അതായിരിക്കും പുള്ളിയുടെ ക്യാരക്ടർ കൊടുക്കാൻ പോകുന്ന ക്ലോഷർ. കൈവെട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തിരിച്ചെങ്കിലും അടിച്ചിരിക്കും. അതാണ് പുള്ളിക്ക് കൊടുക്കാവുന്ന ക്ലോഷർ.